അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു സ്ത്രീ, അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഓടി വരുന്നു. അവിടെ പട്ടാളക്കാരിൽ നിന്ന് ഒരു വാള് എടുത്ത് ഓടുകയാണ്. കൊട്ടാരത്തിലെ ബീഗം വനിതകളൊക്കെ, വലിയ വലിയ വനിതകളൊക്കെ രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനിറങ്ങുമ്പോൾ ഞാൻ ഇവിടെ യുദ്ധം ചെയ്യാതിരിക്കുന്നത് എനിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വനിത ഇറങ്ങിപ്പോകുമ്പോൾ അബ്ദുൽ ഖാലിഖ് പറയുന്നു, ജിസ് മുൽക്ക് മേ ഐസി ബഹാദുർ ലഡ്കിയാ ഹോ വഹാ, ഏത് രാജ്യത്താണോ ഇത്തരത്തിൽ ധീരയായ വനിതകളുള്ളത് അവിടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ സംസാരം പൂർത്തിയായില്ല. അന്നേരത്ത് ഏക് സിപ്പാഹി ദൗഡ്താ ഹുവ ആതാ ഹെ, അന്നേരത്ത് ഒരു പട്ടാളക്കാരൻ ഓടി വരുന്നു. അബ്ദുൽ ഖാലിഖ് ഉസേ ദേഖർ, അബ്ദുൽ ഖാലിഖ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കോയി ഖബർ, വല്ല വാർത്തയുമുണ്ടോ? സിപ്പാഹി അന്നേരം പട്ടാളക്കാരൻ പറയുകയാണ്, സുൽത്താനെ ഫറങ്കി ഫൗജ് കെ ടഡ്ഡി ദിൽ കോ ഡോഡി ദർവാസെ കെ പാസ് റോക്ക് ലിയാ ഹെ, രാജാവ് പറങ്കിപ്പടയെ ടഡ്ഡി ദിൽ കോ, പറങ്കിപ്പടയുടെ ഇത്രയും അധികമെണ്ണമുള്ള, ധാരാളം എണ്ണമുള്ള, ടഡ്ഡി ദിൽ എന്നാൽ ബഡി താഴ്താത്, ധാരാളം എണ്ണമുള്ള രാജാവിൻ്റെ സൈന്യത്തെ ഡോഡി ദർവാസെ കെ പാസ്, പ്രധാന കവാടത്തിൻ്റെ അടുത്ത്, ഡോഡി ദർവാസ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സഹറ് അഥവാ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ പട്ടാളക്കാരെ. അവിടെ ഉണ്ടായിരുന്ന ഒരു കവാടം, അതാണ് ഡോഡി ദർവാസ. ആ കവാടത്തിൻ്റെ അടുത്ത് റോക്ക് ലിയാഹെ, അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. മഗർ കുമക്കി ഫൗരി ജറൂറത്ത് ഹെ, പക്ഷേ വേഗം തന്നെ സഹായം അത്യാവശ്യമാണ്. അബ്ദുൽ ഖാലിഖ് അന്നേരത്ത് പറയാണ്, മസ്ജിദ് ആല കെ പാസ് ജിസ് ഖദർ ഫൗജ് ഹെ ഉസ്കോ ഫൗറൻ ഹസ്രത്ത് സുൽത്താൻ കി മദദ് കെ ലിയെ ഭേജ് ദിയാ ജായെ, മസ്ജിദ് ആലിയുടെ അടുത്ത് എത്രമാത്രം സൈനികരുണ്ട്, അവരെ വേഗം തന്നെ ഹസ്രത്ത് സുൽത്താൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് അവരെ അയക്കണം എന്ന് പറഞ്ഞപ്പോൾ സിപ്പാഹി നിസ്സഹായനായിക്കൊണ്ട് പറയുകയാണ്, മഗർ ദീവാൻ പൂർണ്ണയാനെ ഉൻസെ ഹത്തിയാർ ഛീൻ ലിയേ ഹെ, പക്ഷേ ദീവാൻ പൂർണ്ണയ്യ, വഞ്ചകനായ പൂർണ്ണയ്യ, അവരിൽ നിന്ന് ആയുധങ്ങളെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാലിഖ് അന്നേരത്ത് പറയാണ്, അസ്ലിയ ഖാനെ സുൽത്താനീസെ, രാജാവിൻ്റെ രാജാവിൻ്റെ ആയുധപ്പുരയിൽ നിന്ന് ഫൗറൻ, വേഗം തന്നെ ഹത്തിയാർ ദേ ദിയാ ജായെ, ആയുധങ്ങൾ നൽകട്ടെ എന്ന് ഉത്തരവിട്ടു. അന്നേരത്ത് സിപ്പാഹി സലാം കർക്കെ ചലാ ജാത്താ ഹെ, ആ പട്ടാളക്കാരൻ സലാം പറഞ്ഞുകൊണ്ട് പോകുന്നു. അഹമ്മദ് ഖാൻ സിപ്പാഹി നങ്കി തൽവാർ ഗുസ്സെ സെ ഹാത്ത് മേ ലിയേ ആത്താ ഹെ, അങ്ങനെ ഈ പട്ടാളക്കാരൻ പോകുമ്പോഴാണ് അഹമ്മദ് ഖാൻ എന്നുള്ള മറ്റൊരു പട്ടാളക്കാരൻ തൻ്റെ വാളുറയിൽ നിന്ന് ഊരിയ വാളും പിടിച്ചുകൊണ്ട്, നങ്കി തൽവാർ എന്ന് പറഞ്ഞാൽ ഊരിയ വാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദേഷ്യത്തോടുകൂടെ ഹാത്ത് മേ ലിയേ ആത്താ ഹെ, തൻ്റെ കയ്യിൽ പിടിച്ചു വരുന്നുണ്ട്. ഷഹസാദ ഉസ്തറഫ് ദേഖത്താ ഹെ, ഷഹസാദ അവൻ്റെ നേരെ നോക്കുകയാണ്. അഹമ്മദ് ഖാൻ എന്ന പട്ടാളക്കാരൻ പറയുകയാണ്, ഗദ്ദാർ, വഞ്ചകൻ, രാജ്യദ്രോഹി, നമുക്ക് ഹറാം, ഉണ്ട ചോറിന് നന്നില്ലാത്തവൻ, മീർ സ്വാദിഖ്, നമുക്ക് ഹറാമിയായ മീർ സ്വാദിഖ് ഡോഡി ദർവാസ ബന്ദ് കറാ ദിയാ ഹെ, ആ സ്ഥലത്തുള്ള അവിടെയുള്ള ആ കവാടം അടച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കെ ഹസ്രത്ത് സുൽത്താൻ ഉസ് ദർവാസെ സെ വാപ്പസ് കിലേമേ ന ആസക്കെ, തിരിച്ച് രാജാവിനിങ്ങോട്ട് വരാൻ സാധിക്കരുത് എന്നതിന് വേണ്ടിയിട്ട് ആ വാതിൽ അടപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബ്ദുൽ ഖാലിഖ് കുച്ച് സോച്ച് കർ, കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ട് പറയാണ്, ഫൗജ് കോ ഹുക്കും ദിയാ ജായെ, സൈന്യത്തിന് വേഗം തന്നെ ഹുക്കും നൽകണം, ഓർഡർ നൽകണം. കെ വോ കച്ചി ഫസീൽ സെ നിക്കൽനെ കെ ലിയെ, രാജാവ് ആ ഉറപ്പില്ലാത്ത ചുറ്റുമതിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് ബഡേ ദർവാസയ്ക്ക് ഇസ്തേമാൽ കരെ, ആ വലിയ കവാടം ഉപയോഗപ്പെടുത്തട്ടെ. ഓർ ഹസ്രത്ത് സുൽത്താൻ കോ മദദ് പഹുഞ്ചായെ, അങ്ങനെ ആ വലിയ കവാടത്തിലൂടെ സൈനികർ ചെന്ന് രാജാവിന് സഹായം എത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അഹമ്മദ് ഖാൻ ഗുസ്സമേ ഭാഗത്താകെ, അഹമ്മദ് ഖാൻ ദേഷ്യത്തോടുകൂടെ ഓടിപ്പോവുകയാണ്. അബ്ദുൽ ഖാലിഖ് തെഹൽനെ ലഗ്താഹെ, അബ്ദുൽ ഖാലിഖ് ഇങ്ങനെ മെല്ലെ എന്തോ ചിന്തിച്ച് നടക്കുകയാണ്. ഏക് സിപ്പാഹി ദൗഡ്താ ഹുവ ആതാ ഹെ, കുറച്ചു നേരം കഴിഞ്ഞ് മറ്റൊരു പട്ടാളക്കാരൻ ഓടി വരുന്നു. അബ്ദുൽ ഖാലിഖോ സലാം കർക്കെ, അബ്ദുൽ ഖാലിഖിന് സലാം പറയുന്നു. ആ സിപ്പാഹി, ആ പട്ടാളക്കാരൻ പറയുന്നത് എന്താണ്? അഹമ്മദ് ഖാനെ മീർ സാദിഖോ ഖത്ൽ കർ ദിയ, അഹമ്മദ് ഖാൻ എന്ന നമ്മുടെ പട്ടാളക്കാരൻ വഞ്ചകനായ മീർ സാദിഖിനെ കൊന്നുകളഞ്ഞിട്ടുണ്ട് രാജകുമാരനെ എന്ന് പറഞ്ഞു. ഹസ്രത്ത് സുൽത്താൻ ദസ്ത് ബദസ് ജംഗ് കർത്തെ ഹുയെ ബഡേ ദർവാസെ തക് പീछे ഹട്ട് ആയേ ഹെ, രാജാവ്
ടിപ്പു സുൽത്താൻ ദസ്ത് ബദസ്ത് തോളോട് തോള് ചേർന്ന് ജംഗ് കർത്തെ യുദ്ധം ചെയ്തുകൊണ്ട് ബഡേ ദർവാസെ തക് പീछे ഹട്ടാए ആ വലിയ കവാടത്തിങ്ങൾക്ക് വരെ യുദ്ധം ചെയ്ത് പിന്നോട്ടടിച്ചെത്തിയിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ പറഞ്ഞിട്ടെന്ത്, തീൻ തറഫ് സെ ദുഷ്മൻ സെ ഘിർ ഗയേ ഹേ, 3 ഭാഗത്തു നിന്നും ശത്രുക്കളെ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. കയാമത്കാരൻ പട് രഹാ ഹെ, വളരെ ഭീതിജനകമായ ഒരു രംഗം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അന്നേരം അബ്ദുൽ ഖാലിഖ് അഫ്സർദാ ലഹ്ജമെ വളരെ ദുഃഖത്തോടുകൂടെ കാഷ്, എത്ര നന്നായിരുന്നു, ഹസ്രത്ത് സുൽത്താൻ ഹമെ എക് അഹം ഖിദ്മത്ത് സുപർദ് ന കർത്തെ, രാജാവ് നമ്മെ ഒരു പ്രധാനപ്പെട്ട സേവനം ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഓർ ഇസ് വക്ത്, ഈ സമയം ഹം ഉൻപർ അപ്നി ജാൻ ഖുർബാൻ കർ സക്തെ, തൻ്റെ രാജാവിന് വേണ്ടിയിട്ട്, തൻ്റെ ഉപ്പയാകുന്ന തൻ്റെ രാജാവിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവിടുന്ന് കൊതിക്കുകയാണ് രാജകുമാരൻ. സിപ്പാഹി അന്നേരം പട്ടാളക്കാരൻ പറയുകയാണ്, ഷഹ്സാദെ ബഹാദുർ, ധീരനായ രാജകുമാരന്, ആപ് ചന്ദ് ജാൻ നിസാറോं के साथ किला खाली कर दें, നിങ്ങൾ കുറച്ച് ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറായ കുറച്ച് പട്ടാളക്കാരെയും കൊണ്ട് ഈ കോട്ട ഒഴിവാക്കണം, ഈ കോട്ട വിടണം. और ഷഹ്സാദ ഫതഹ് ഹൈദർ കെ പാസ് പഹുഞ്ചിക്കർ, അങ്ങനെ രാജകുമാരൻ ഫതഹ് ഹൈദറിൻ്റെ അടുത്ത് ചെന്നിട്ട് ജംഗ് ജാരി രഖേं, അവിടെ ചെന്നിട്ട് നിങ്ങൾ യുദ്ധം തുടരുകയും വേണം. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോവുക, എന്നിട്ട് ഫതഹ് ഹൈദറിൻ്റെ കൂടെ ചെന്നിട്ട് നിങ്ങളുടെ യുദ്ധം തുടരുകയും ചെയ്യണം. നിങ്ങളിവിടുന്ന് തടി എടുത്താലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ആ പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാലിഖ് ഗുസ്സ ദേഷ്യത്തോടുകൂടെ പറയുകയാണ്, ആജ് തക് യേ നഹീ സുന, ഇന്നേ വരെ ഞാനിത് കേട്ടിട്ടില്ലല്ലോ, കെ കോയി ഷേർ മുക്കാബിലെ സെ മുഹ് മോഡ് കർ ഫിറാർ ഹോ ഗയാ, ഒരു സിംഹവും തൻ്റെ നേരിടാൻ വന്നവരിൽ നിന്ന് മുഖം തിരിച്ച് ഓടി രക്ഷപ്പെട്ട ഒരു കഥ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ബേചീൻ സെ ടെഹൽനെ ലഗ്താ ഹെ, അസ്വസ്ഥനായി കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുകയാണ് എന്തോ ചിന്തിച്ചുകൊണ്ട്. ഫിർ ഠണ്ഡി സാൻസ് ബർക്കർ, പിന്നെ തണുത്ത ശ്വാസം ശ്വസിച്ചുകൊണ്ട്, അഗർ ആജ് ഹം ഹാർ ഗയേ, എന്നിട്ട് പറയുകയാണ്, ഒന്ന് ശ്വസിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പറയുകയാണ്, അഗർ ആജ് ഹം ഹാർ ഗയേ, ഇന്ന് നാം തോൽക്കുകയാണെങ്കിൽ, തോ ഫിർ കോയി മുസൽമാൻ, ഇന്ന് നമ്മൾ തോൽക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഇന്ന് നാം തോറ്റാൽ പിന്നീട് ഒരു മുസൽമാനും കിസി പൂർണ്ണയാകി ഹിഫാസത്ത് നഹി കരേഗ, ഇന്ന് നമ്മൾ തോറ്റാൽ ഒരിക്കലും ഒരു പൂർണ്ണയ്യ പോലത്തെ ഒരു ബ്രഹ്മണനെയും ഒരു മുസ്ലിം സംരക്ഷിക്കുകയില്ല. ഓർ ഇന്ന കോയി ബ്രഹ്മൺ, ഒരു ബ്രഹ്മണിനടുക്കി മാത്രവുമല്ല ഒരു ബ്രഹ്മൺ സ്ത്രീയും കിസി ടിപ്പു സുൽത്താൻ പർ ജാൻ നിസാർ കർണേ കോ ബേതാബ് ഹോഗി, ടിപ്പു സുൽത്താനാകുന്ന മുസ്ലിം ഭരണാധിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കുവാൻ വിതുമ്പുന്ന അസ്വസ്ഥനാകുന്ന ഒരു സ്ത്രീയെയും ഇനി കാണാൻ സാധിക്കില്ല. ഇവിടെ മതമൈത്രി നഷ്ടപ്പെടും, ഇവിടുത്തെ ബന്ധസൗഹാർദ്ദം നഷ്ടപ്പെടും. ഇന്ന് നാം പരാജയപ്പെടുകയാണെങ്കിൽ അതാണ് റിസൾട്ട് ഉണ്ടാവുക എന്ന് അബ്ദുൽ ഖാലിഖ് അവിടുന്ന് പറയുകയാണ്. ബേചീനി സെ ടെഹൽനെ ലഗ്താ ഹെ, അങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ട് ഇങ്ങനെ മെല്ലെ മന്ദം നടക്കുകയാണ്. എക് സിപ്പാഹി സഖ്മോൻ സെ ചൂർ ആത്താ ഹെ, അന്നേരത്താണ് മറ്റൊരു പട്ടാളക്കാരൻ ആകെ പരിക്കേറ്റവനായിട്ട്, ശക്തമായി പരിക്കേറ്റവനായിട്ട് വരികയാണ്. അങ്ങനെ സിപ്പാഹി ആ പട്ടാളക്കാരൻ എന്താണ് വാർത്ത കൊടുക്കുന്നത്? മൻഹൂസ് ഖബർ യേ ഹെ, അശുഭമായ വാർത്ത ഇതാണ് രാജാവേ, എന്താണ്? കെ ഗീർപ്പെടുത്താ ഹെ, അതും പറഞ്ഞിട്ട് ആ വെട്ടേറ്റ ആ പട്ടാളക്കാരൻ അവിടുന്ന് വീഴുകയാണ്. അബ്ദുൽ ഖാലിഖോ ദേഖ് കർ ഫിർ ആങ്ക് ഖോൽ കർ, അബ്ദുൽ ഖാലിഖിനെ കണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ണു തുറന്നു. എന്താണ് വാർത്ത? ഷഹ്സാദെ, രാജകുമാരനെ ഹസ്രത്ത് സുൽത്താൻ ഷഹീദ് ഹോ ഗയെ, ടിപ്പു സുൽത്താൻ വഫാത്തായിരിക്കുന്നു, ഷഹീദായിരിക്കുന്നു. ഓർ ഹക്കെ നമുക്ക് അദാ കർന സക്ക, എനിക്ക് എൻ്റെ ഉണ്ട ചോറിന് നന്ദി ചെയ്യാൻ സാധിച്ചില്ലല്ലോ. ഹക്കെ നമുക്ക് ആ ഉണ്ട ചോറിനുള്ള നന്ദി, ആ ഒരു ഹക്ക് വീട്ടാൻ സാധിച്ചില്ലല്ലോ. ഉസ്കി ഗിർദൻ ഏക് തറഫ് ഖലക് ജാതി ഹെ, ഇതും പറഞ്ഞിട്ട് അവൻ്റെ പെരടി ഒരു ഭാഗത്തേക്ക് തിരിയുകയാണ്, അഥവാ ചേതനയേറ്റുകൊണ്ട് അവൻ്റെ ശരീരം ഒരു ഭാഗത്തേക്ക്, അവൻ്റെ തല ഒരു ഭാഗത്തേക്ക് ചെരിയുകയാണ്. അബ്ദുൽ ഖാലിഖ് ഉസേ
അബ്ദുൽ ഖാലിഖ് ആഹിസ്ത ഉസെ ലിട്ടാക്കർ ഓർ ഖഡേ ഹോക്കർ അബ്ദുൽ ഖാലിഖ് അവനെ മെല്ലെ നേരെ കിടത്തിയിട്ട് അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അബ്ദുൽ ഖാലിഖ് പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അബ്ദുൽ ഖാലിഖ് ഉരുവിടുകയും ചെയ്തു. അങ്ങനെ പർദ ഗിർത്താഹെ കർട്ടൻ താഴുന്നു. ഇതാണ് നമ്മുടെ പാഠം. നല്ല രസമല്ലേ? എനിക്കെന്നാ ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നിങ്ങളിതിൽ കുറേ വാക്കുകളുണ്ട്, വാക്കുകളൊക്കെ മനസ്സിലാക്കണം. सोचिए और बताइए टीपू सुल्तान का पूरा नाम क्या था? टीपू सुल्तान अंग्रेज़ों से पूरी ज़िंदगी क्यों लड़ता रहा? लाली ने टीपू सुल्तान को अपनी वफ़ादारी का यकीन किस तरह दिलाया? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അതുമാത്രമല്ല 5, 6, 4, 5, 6 വേറെയുണ്ട്. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം അടുത്ത ക്ലാസ്സിന് മുമ്പ് തന്നെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.